സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രേമം എപ്പിസോഡ് 95. ഉറക്കം വരാതെയായപ്പോൾ നീലിമ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രാംദേവിനെതിരെ വീണ്ടും ഓരോ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു. നീലിമ അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ഓരോ വാർത്തയും കാണുമ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത നീരവിനോടും രാഘവനോടും കുടുംബത്തോടുമൊക്കെ വല്ലാത്ത അരിശം തോന്നി. സഹായിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തി അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നീലിമ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കെ ഒരു വാർത്ത അവളുടെ കണ്ണിലുടക്കി. അതിൽ പ്രായപൂർത്തിയാവാത്ത മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ രാംദേവ് പീഡിപ്പിച്ച കാര്യങ്ങളും അവളുമായി ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോസുകളും ഉണ്ടായിരുന്നു. ആ വാർത്ത വായിച്ചാൽ ആരായാലും തകർന്നു പോകുമെന്ന് ഉറപ്പാണ്. നീലിമ വാർത്ത മുഴുവൻ വായിക്കാൻ ശ്രമിക്കാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. കാലിന്റെ വേദന അല്പം കുറഞ്ഞിരുന്നു. അവൾ ഫോണുമായി താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അശ്വിൻ മല്ലികയുടെ കൂടെ അടുക്കളയിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു. ഉറക്കമുണർന്ന പാടെയുള്ള രൂപത്തിലും നീലിമ അതീവ സുന്ദരിയായിരുന്നു. അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കണ്ണെടുക്കാതെ നോക്കിപ്പോയി. സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട് നീലിമ വല്ലാതെയായി. അവൾ അവനെ നോക്കി ചോദിച്ചു, ഇയാളെന്താ എന്നെ മുൻപ് കണ്ടിട്ടില്ലേ? നീലിമ ചോദിച്ചത് കേട്ടപ്പോഴാണ് താൻ മതി മറന്ന് അവളെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ ഉടനെ ജാള്യതയോടെ നോട്ടം മാറ്റി. അവൻ ചമ്മൽ മറച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, കാലിന്റെ വേദന എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി. അത് കുഴപ്പമില്ല, ഞാനിപ്പോ വന്നത് അത് പറയാനല്ല. ദേ ഇത് കണ്ടോ? നീലിമ തന്റെ ഫോൺ സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അവളുടെ ഫോൺ വാങ്ങി നോക്കി. അപ്പോൾ അതിൽ രാംദേവിനെതിരെ വന്ന വാർത്തയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അത് വായിച്ച ശേഷം അവളെ നോക്കി. ഇതിലിപ്പോ എന്താ? ഇതേപോലുള്ള ഒരുപാട് വാർത്തകൾ ഇതിനകം തന്നെ വന്നതല്ലേ, ഇതിലിപ്പോ എന്താ പ്രത്യേകത? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ നീലിമ അവനെ നോക്കി. എന്താ പ്രത്യേകതയെന്നോ? ദേ ശരിക്കും നോക്ക് സിദ്ധാർത്ഥ്, ആ കുട്ടിയെ രാംദേവ് റേപ്പ് ചെയ്ത വിവരം പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവൻ വായിച്ചാൽ ആകെ തളർന്നു പോവില്ലേ? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ ഒലിപ്പിച്ചു കാണിക്കാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കേ പറ്റൂ. നീലിമ വെറുപ്പോടെ പറഞ്ഞു. അവളുടെ വെറുപ്പും അസ്വസ്ഥതയുമെല്ലാം റാമിനെ ഓർത്താണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അസൂയയോടെ മുഖം തിരിച്ചു. സിദ്ധാർത്ഥ് ഒന്നും പറയാത്തത് കണ്ട നീലിമ അവന്റെ മുന്നിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സിദ്ധാർത്ഥ്, അയാൾ എവിടെയുണ്ടെന്ന് എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കണം. അയാൾ ആത്മഹത്യ ചെയ്താൽ എനിക്ക് ജന്മസമാധാനം കിട്ടില്ല. നീലിമ പറഞ്ഞു. ഞാൻ തന്നോട് മര്യാദയ്ക്കല്ലേ പറഞ്ഞത്? അവനെ ഞാൻ കണ്ടുപിടിക്കും. ഇതിന്റെ പിറകെ നീ അലയേണ്ട കാര്യമില്ല. ഇനി ഓരോന്ന് വരുത്തി വെച്ചാ ഞാൻ പോലും രക്ഷിക്കാൻ കൂടെ കാണില്ലെന്ന് ഓർത്തോ? സിദ്ധാർത്ഥ് അരിശത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അപ്പോൾ നീലിമ രാംദേവിനെ കുറിച്ച് മാത്രം ഓർക്കുന്നത് കൊണ്ടുള്ള അസൂയ നിറഞ്ഞിരുന്നു. അവൻ അത് മറച്ചു വെക്കാൻ പാടുവിട്ടു. അപ്പോഴാണ് അശ്വിൻ അവിടേക്ക് വരുന്നത്. സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കാതെ മുഖം വേർപ്പിച്ചിരിക്കുന്നത് കണ്ട അശ്വിൻ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ചോദിച്ചു, ഇതെന്താ ഡാഡി, രണ്ടുപേരും പിണക്കമാണോ? അശ്വിൻ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവനെ എടുത്തു മടിയിൽ വെച്ചു. ഇല്ല മോനെ, പിണക്കൊന്നുമില്ല. നിന്റെ അമ്മയ്ക്കിപ്പോൾ നമ്മളെക്കാളും വലുത് വഴിയെ പോകുന്നവരൊക്കെയാണ്. എന്താ അല്ലേ? സിദ്ധാർത്ഥ് തമാശ മട്ടിൽ അശ്വിനോട് പറഞ്ഞു. ആ കുഞ്ഞിന് അത് കേട്ട് ഒന്നും മനസ്സിലായില്ല. അവൻ നീലിമയെ നോക്കി ചോദിച്ചു, അതാരമ്മ വഴിയെ പോകുന്ന ആള്? അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. അങ്ങനെ വഴിയെ പോകുന്ന ആളൊന്നുമല്ല മോനെ, അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കാൻ നോക്കാതെ സമാധാനമായിട്ടിരിക്കും അമ്മയ്ക്ക് നിന്റെ ഡാഡിയെ പോലെ പറ്റില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ തുറച്ചു നോക്കി. നിന്നോട് ഞാൻ ഇനി എങ്ങനെ പറയണം? ആ കാര്യം ഞാൻ പരിഹരിച്ചോളാം എന്ന് 100 വട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയും പറയാൻ എനിക്ക് പറ്റില്ല. താൻ വേണമെങ്കിൽ വിശ്വസിക്ക്. അതിന് പക്ഷേ ഇയാൾ എപ്പോഴും ഓവറായി ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അതിന് മറുപടി പറഞ്ഞില്ല. അപ്പോൾ അവിടേക്ക് മല്ലിക വന്നു. അവരുടെ കയ്യിൽ അപ്പോൾ അശ്വിനി കഴിക്കാനുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. മല്ലിക അത് അവന് കൊടുത്ത ശേഷം നീലിമയ്ക്കും സിദ്ധാർത്ഥിനും കുടിക്കാൻ കോഫി എടുക്കാൻ തിരികെ പോയി. അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു, സിദ്ധാർത്ഥ്, എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ വൈകും തോറും റാമിന്റെ അവസ്ഥ വളരെ മോശമാവും. അയാൾ ഇപ്പോൾ തന്നെ ഡിപ്രസ് ആയിരിക്കാനാണ് സാധ്യത. ഇനിയും വൈകിയാൽ എന്താകുമെന്നോർത്താണ് എന്റെ പേടി. നീലിമ പറഞ്ഞത് ശരിയാണ് എന്നറിയാമെങ്കിലും സിദ്ധാർത്ഥ് അവള് റാമിനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ ഇഷ്ടക്കേട് തോന്നിയതുകൊണ്ട് മാത്രം മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥ് ഒന്നും പറയാത്തത് കണ്ട നീലിമ അവന്റെ അടുത്ത് നിന്നും അല്പം മാറിയിരുന്നു. റാമിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. റാമിന്റെ കുടുംബത്തെക്കുറിച്ചും മറ്റും നീലിമ നെറ്റിൽ തിരഞ്ഞു നോക്കി. അവന്റെ കുടുംബ വീട് സിറ്റിയിൽ നിന്ന് അല്പം മാറിയാണ് എന്നവൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇപ്പോൾ അവിടെ ആരും താമസമില്ല. വീട് കുറെ വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്.
അവൾ നെറ്റിൽ റാമിന്റെ ഓരോ കാര്യങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീലിമയ്ക്ക് റാമിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുണ്ടോ എന്ന് അവന് ഭയം തോന്നി. പക്ഷേ ചോദിച്ചാൽ അവൾ തന്റെ മനസ്സിലുള്ളതെല്ലാം അറിയുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു. നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയതേയില്ല. എന്നാലും ഈ റാം ഇതെവിടെയായിരിക്കും? നീലിമ മനസ്സിൽ ചോദിച്ചു. അപ്പോൾ അശ്വിൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നീലിമയുടെ കയ്യിലും സിദ്ധാർത്ഥിന്റെ കയ്യിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, ഡാഡി, എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്റെ കൂടെ ഇരിക്കാമോ? ഇന്ന് എനിക്ക് സ്കൂളും ഇല്ല, പ്ലീസ്, അശ്വിൻ ചോദിച്ചു. അവന്റെ സ്വരത്തിൽ വിഷമം കലർന്നിരുന്നു. അപ്പോഴാണ് നീലിമ അവനെ കുറിച്ച് ആലോചിക്കുന്നത്. കുഞ്ഞിനെ അധികം ശ്രദ്ധിക്കാനുള്ള സമയം പോലും ഈയിടെയായി അവക്ക് ലഭിക്കാറില്ല. ജോലിയുടെ തിരക്കും മറ്റുമാണ് കാരണം. അവന്റെ കാര്യങ്ങൾ മല്ലിക എന്നേക്കാൾ നന്നായി നോക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നീലിമയ്ക്ക് അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ടി വരാറുമില്ല. ഇപ്പോൾ അശ്വിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ എത്രമാത്രം തന്നെയും സിദ്ധാർത്ഥിനെയും മിസ് ചെയ്ത് കാണുമെന്ന് നീലിമയ്ക്ക് ഊഹിക്കാൻ സാധിച്ചു. അവൾ ഉടനെ അശ്വിനെ എടുത്ത് മടിയിൽ വെച്ചു. സിദ്ധാർത്ഥിനും അശ്വിന്റെ ചോദ്യം കേട്ട് വിഷമം തോന്നി. അപ്പോൾ നീലിമ അശ്വിനോട് പറഞ്ഞു, അമ്മ അതിന് ഇന്ന് ജോലിക്ക് പോകുന്നില്ലല്ലോ, മോന്റെ കൂടെ തന്നെ അമ്മ ഇന്ന് മുഴുവനും ഉണ്ടാവും കേട്ടോ. നമുക്കിന്ന് എന്റെ ഫേവറേറ്റ് വൈറ്റ് പാസ് ഉണ്ടാക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അശ്വിൻ സന്തോഷത്തോടെ ചിരിച്ചു. ശരിക്കും? അശ്വിൻ ചോദിച്ചു. ആ അതെ, നീലിമ പറഞ്ഞു. നീലിമ അശ്വിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വീണ്ടും അസൂയ തോന്നി. അശ്വിൻ അപ്പോൾ നീലിമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ അസൂയയോടെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞതുപോലെ മനസ്സിൽ ചോദിച്ചു, അല്ല, ഇവള് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതിന് എനിക്കെന്തിനാ കുശുമ്പ് തോന്നുന്നേ? ഡാഡി, ഇന്നെന്റെ കൂടെ നിക്കാവോ? ഇന്ന് എനിക്ക് വല്ലാതെ മിസ് ചെയ്തിട്ടാ, അശ്വിൻ പറഞ്ഞു. അയ്യോ അച്ചു, ഇന്ന് ഡാഡിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാ. ഡാഡി പിന്നൊരു ദിവസം നിക്കാം കേട്ടോ, സിദ്ധാർത്ഥ് അശ്വിനോട് പറഞ്ഞു. പ്ലീസ് ഡാഡി, അശ്വിൻ വീണ്ടും പറഞ്ഞു. മോനെ, ഡാഡിക്ക് പറ്റാത്തത് കൊണ്ടല്ലേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് അശ്വിന്റെ മുഖം വാടി. അവൻ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ നീലിമയുടെ അടുത്തേക്ക് മാറിയിരുന്നു. അവന്റെ വാടിയ മുഖം ശ്രദ്ധിച്ച നീലിമ ഉടനെ പറഞ്ഞു, അച്ചു, ഡാഡി പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് ഡാഡിക്ക് തിരക്കുള്ളത് കൊണ്ടല്ലേ, മറ്റൊരു ദിവസം ഡാഡി കൂടെ നിൽക്കും. ഇന്ന് മോനെ അമ്മയുണ്ടല്ലോ, നീലിമ പറഞ്ഞു. അശ്വിന്റെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് വേദനിച്ചു. അവൻ ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അശ്വിൻ വീണ്ടും ഓരോന്ന് പറഞ്ഞത് കൊണ്ടാണ് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് പോയതെന്നായിരുന്നു നീലിമ വിചാരിച്ചത്. അവൾ സിദ്ധാർത്ഥ് പോയ വഴി നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വന്നിട്ട് അശ്വിന്റെ കൈകളിൽ ഒരു പൊതി വെച്ചു കൊടുത്തു. അശ്വിൻ വളരെ ഉത്സാഹത്തോടെ അത് വാങ്ങി. ഇതെന്താ ഡാഡി? അശ്വിൻ ചോദിച്ചു. തുറന്നു നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ അശ്വിൻ പൊതി തുറന്നു. അതിലൊരു ഡ്രോയിങ് കിറ്റ് ഉണ്ടായിരുന്നു. അശ്വിൻ അത് കണ്ട് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ തുള്ളിച്ചാടി. അവന്റെ സന്തോഷം കണ്ടപ്പോൾ നീലിമയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു. സിദ്ധാർത്ഥ് അവളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നീലിമ അതറിയാതെ അശ്വിന്റെ ഡ്രോയിങ് കിറ്റ് തുറന്നു നോക്കിക്കൊണ്ടിരുന്നു. അച്ചു, നീ പോയി കളിച്ചോ, ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ട് വിളിക്കാം, നീലിമ ഡ്രോയിങ് കിറ്റ് അവനെ ഏൽപ്പിച്ച ശേഷം പറഞ്ഞു. അശ്വിൻ തലയാട്ടിയ ശേഷം നേരെ ഹോളിലെ സോഫയിൽ ചെന്നിരുന്ന് ഡ്രോയിങ് പേപ്പർ തുറന്നു വെച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നീലിമ കിച്ചണിലേക്കും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നീലിമ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആ സമയത്ത് അശ്വിൻ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അച്ചു നിന്റെ പാസ്ത, നീലിമ പറഞ്ഞു. അപ്പോൾ അശ്വിൻ അവളെ നോക്കി. ഒരു മിനിറ്റ് അമ്മ, ഇതൊന്ന് തീർക്കട്ടെ, അശ്വിൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നീലിമ പാസ്ത ടേബിളിൽ വെച്ച ശേഷം അവൻ വരയ്ക്കുന്ന പേപ്പറിലേക്ക് നോക്കി. അതിൽ കുറച്ച് രൂപങ്ങളും ഒരു വീടുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. നീ എന്തായി വരയ്ക്കുന്നേ? നീലിമ ചോദിച്ചു. അപ്പോൾ അശ്വിൻ ഉത്സാഹത്തോടെ തലയുയർത്തി. ഇത് അമ്മയും ഞാനും അച്ഛനും, ഇത് മല്ലികാമ്മ. അശ്വിൻ ഓരോന്ന് തൊട്ട് കാണിച്ചു. ആഹാ, കൊള്ളാലോ, നീലിമ പറഞ്ഞു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം അമ്മയാണ്. അശ്വിൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുത്ത് പറഞ്ഞു. ആ കുഞ്ഞ് സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു ജീവിതം തന്നെ മോഹിക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് അപ്പോൾ തോന്നി. അച്ചു, നീ ആദ്യം ഭക്ഷണം കഴിക്ക്, എന്നിട്ട് ബാക്കി വരച്ചാ മതി, നീലിമ പറഞ്ഞു. ശരി അമ്മ. അശ്വിൻ വരയ്ക്കുന്നത് നിർത്തിയ ശേഷം പാസ്ത കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നീലിമ അവൻ വരച്ച ചിത്രത്തിലേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. രാംദേവ് ഒരിക്കൽ അവന്റെ അമ്മയാണ് അവൻ ഏറ്റവും വലുത് എന്നവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവന്റെ അമ്മ അവൻ പ്രശസ്തനാവുന്നതിന് മുമ്പ് മരിച്ചു പോയതാണെന്നും അവൾക്കറിയാം. ഇപ്പോൾ ഇത്രയും തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായും രാംദേവ് അമ്മ ജീവിച്ചിരുന്ന തറവാട്ടിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നവൾക്ക് തോന്നി. അവൾ ഉടനെ ഫോൺ എടുത്ത് അവന്റെ വിലാസം നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അന്ന് വൈകുന്നേരം നീലിമ രാംദേവിന്റെ തറവാട് തേടി ഇറങ്ങി. സിറ്റിയിൽ നിന്നും അധികം ദൂരമില്ലായിരുന്നു. നീലിമ ചെല്ലുമ്പോൾ ജോലിക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാൾ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു. അയാൾ അവളെ കണ്ട് രൂക്ഷമായി നോക്കി. ആരാ, എന്ത് വേണം? അയാൾ ചോദിച്ചു. അയാളുടെ ചോദ്യം കേട്ട രാംദേവിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് മറ്റാരെങ്കിലും അവിടേക്ക് ചെന്ന് കാണുമെന്ന് അവൾക്ക് തോന്നി. ഞാൻ നീലിമ, രാംദേവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, നീലിമ പറഞ്ഞു. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അദ്ദേഹത്തെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? ജോലിക്കാരൻ അവൾ പറഞ്ഞത്
ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് പറഞ്ഞത്. അപ്പോൾ നീലിമയ്ക്ക് താൻ അല്പം മുമ്പ് ഊഹിച്ചത് ശരിയാണെന്ന് തോന്നി. അവൾ അയാളെ നോക്കി. നോക്ക്, ഞാൻ രാംദേവിനെ ദ്രോഹിക്കാൻ വന്ന ആളല്ല, അവന്റെ അടുത്ത സുഹൃത്താണ്. എന്നെ കുറിച്ച് പറഞ്ഞു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. പ്ലീസ്, എനിക്ക് അയാളെ ഒന്ന് കണ്ടേ പറ്റൂ, നീലിമ പറഞ്ഞു. അത് കേട്ടിട്ടും ജോലിക്കാരൻ കുലുങ്ങിയില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പത്രക്കാർ വന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ ദ്രോഹിക്കാൻ രാം കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? കുഞ്ഞിനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. അങ്ങനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളല്ല റാം, ജോലിക്കാരൻ വീണ്ടും പറഞ്ഞു. അയാൾ തന്നെ പത്രപ്രവർത്തകയായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവൾ രാംദേവിനൊപ്പം എടുത്ത ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാത്രമാണ് ജോലിക്കാരൻ അല്പം മയപ്പെട്ടത്. രാംദേവ് ഇവിടെ വന്നത് മുതൽ ഇവിടെ ഓരോ ആൾക്കാർ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മോളും ആ കൂട്ടത്തിലുള്ള ആളാണെന്നാ കരുതിയത്. മോൾ എന്നോട് ക്ഷമിക്കണം, ജോലിക്കാരൻ പറഞ്ഞു. അത് സാരമില്ല, എനിക്ക് മനസ്സിലാവും. എനിക്ക് അയാളെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ റാം എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. അല്ല, ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോടെങ്കിലും രാംദേവ് പറഞ്ഞിട്ടുണ്ടോ? നീലിമ ചോദിച്ചു. ഇല്ല, തുറന്നു പറയാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞിനെ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ് ഞാൻ. എനിക്കറിയാം മറ്റാരെക്കാളും അവനെ. അങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ഒരിക്കലും. ഈ കേസ് ആരോ കുഞ്ഞിനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാണ്, ജോലിക്കാരൻ പറഞ്ഞു. എന്റെ വിശ്വാസവും അത് തന്നെയാണ്. എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ അയാൾ എന്തെങ്കിലും പറയാൻ തയ്യാറാവണ്ടേ? നിങ്ങൾ പേടിക്കണ്ട, ഈ കേസ് ഞാൻ തെളിയിക്കും. അയാൾ നിരപരാധിയാണെന്ന് എല്ലാ മീഡിയകളും തിരുത്തി എഴുതും. അല്ല, റാം എവിടെ? ഒന്ന് കാണാൻ പറ്റുമോ? നീലിമ ചോദിച്ചു. മോള് വരൂ, ജോലിക്കാരൻ പറഞ്ഞു. നീലിമ അയാളോടൊപ്പം തറവാടിന്റെ അകത്തേക്ക് നടന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.